എടാ, നീ എന്താ ഇന്നലെ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിട്ട് ഇടിയെ തല്ലിയേ? ആരാ? ഇടിയോ? ആ ഇല്ലത്ത് ദിവാകരൻ. അയാളെ ഇന്നലെ നീ പോയി തല്ലിയെന്ന് പറയുന്നു. ഇല്ലത്ത് ദിവാന് പേര് പങ്കിട്ടത് ഇടിന്നൊക്കെ. പ്രസിഡന്റിന്റെ വീട്ടിൽ മുളച്ച തേങ്ങാൻ മേടിക്കാനല്ലേ ദിവാകരൻ വന്നേ? നീ അതിന് അയാളെ പോയി തല്ലേണ്ട കാര്യമുണ്ടോ? പ്രസിഡന്റും ദിവാകരനും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. കേസിനി എങ്ങനൊക്കെ വരുമെന്ന് ആർക്കറിയാം. എന്തോ വരാനാ? എന്ത് വന്നാലും എനിക്ക് പുല്ല. എടോ, ഈ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്റെ അമ്മാവനല്ലേ? പണ്ടേ ഓണത്തിന് അമ്മാവന്റെ വീട്ടിൽ ഒരു പട്ടാളക്കാരൻ വന്ന ഓർമ്മയുണ്ടോ? അവനെ അടിച്ച് വിറ്റായിട്ടേ എന്റെ നെഞ്ചത്ത് ഒരൊറ്റ അടിയായിരുന്നു. ഞാനേ ഒരൊറ്റ വീഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊന്ന് എണ്ണീച്ച് വന്ന എന്റെ ഇടിയുടെ ശക്തിയിലേ അമ്മാവിന്റെ നെഞ്ചത്താവും പോയി വീണത്. അമ്മാവൻ ചെന്ന് അമ്മാവിയുടെ ദേഹത്ത്. അമ്മാവി കല്ലരുളമായിട്ട് ചെന്ന് വീണതോ സെന്റിലും. അമ്മാവിന് ഇടി ഇടിച്ചതാണ് ഈ ഞാൻ. തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവന് 120 തേങ്ങ മേടിച്ചത്. അത് തിരിച്ചു തന്നെന്ന് മാത്രമല്ല, അത് മുളപ്പിച്ചിപ്പോ വിൽക്കാനും പോകുന്നു. അത് നടക്കത്തില്ല. ഭാഗ്യത്തിന് ഞാൻ ചെന്നപ്പോ ആ ദിവാകരനും ഉണ്ടായിരുന്നു. എന്റെ തേങ്ങ തരാതെ ഇവിടെ കച്ചവടം നടക്കത്തില്ല. ഇയാളെ ദിവാകരനിട്ട പേരെന്തായിരുന്നു? ഇല്ലത്ത് ദിവാകരനല്ലയോ? അതുകൊണ്ട് ഇടിന്ന് വിളിച്ചതാ. സാരമില്ല, ഒരു 4 എണ്ണം ഞാൻ അവനും കൊടുത്തിട്ടുണ്ട്. എല്ലാം ശരിയാ. ഇത് കേസായാലുണ്ടല്ലോ നീ പെടും. കാരണം ഈ ഇടി ഉണ്ടല്ലോ, ഇല്ലത്ത് ദിവാകരൻ, അയാള് വേലാങ്കനാ. വേലാങ്കനെ തല്ലിയ നീ അകത്താ. നീ മാത്രമല്ല, നിന്റെ കൂടെ ഉള്ളവരും. കൂടെ വന്നവരെല്ലാം നോക്കി നിന്നേ ഉള്ളു. അടിപെടുത്താൻ ഞാനല്ലയോ? ജാമ്യം കിട്ടത്തില്ലെന്നാ പറയുന്നത്. ജാമ്യം കിട്ടിയില്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അത്രയും നാളെ ഇടിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുമ്പോഴാ.